മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. വന്യജീവി പ്രശ്നങ്ങളും ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളും ഉന്നയിച്ചാണ് അവസാന ദിനങ്ങളിലെ UDF പ്രചാരണം. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആയുധമാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയും പ്രസംഗം. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നിഷ്ക്രിയത്വം, സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്തെ അടിസ്ഥാന വികസനമടക്കം മുടങ്ങുമ്പോൾ ദൂർത്ത് നടത്തുന്നത്, പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ നൽകാത്തത്, ദേശീയപാത തകർന്നിട്ടും BJPയെ തൃപ്തിപ്പെടുത്താൻ പരാതിയില്ല എന്ന് പറഞ്ഞതടക്കം 7 ചോദ്യങ്ങളാണ് VD സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ 150-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത്? ഈ 7 ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. LDF ഉയർത്താൻ ശ്രമിക്കുന്ന വിവാദങ്ങൾ ഒഴിവാക്കി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്ന വിഷയങ്ങളാണ് UDF അവസാന ദിവസങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നത്. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചതും ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമാണ് മുഖ്യമന്ത്രി അടക്കം പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇസ്രായേലിലെ സയനിസ്റ്റിന്റെ ഇരട്ട സഹോദരനാണ്. അവർ തമ്മിൽ ആ തരത്തിലൊരു ബന്ധമാണ്. കോൺഗ്രസ് തുറന്ന വഴിയിൽ നല്ലതുപോലെ BJP സഞ്ചരിക്കുന്നു. ഇപ്പോ വലിയ തോതിൽ ആയുധം ഇസ്രായേലിൽ നിന്ന് നാം വാങ്ങിക്കൂട്ടുന്നു. മണ്ഡലത്തിന്റെ പരമാവധി സ്ഥലങ്ങളിലെത്താനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. പ്രധാന നേതാക്കളെ ഇറക്കിയുള്ള ശക്തി പ്രകടനവും നടക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.